അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ റേഷ്യൂസ് എന്ന സെഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസാണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ഇൻ എ ബാഗ്, ബ്ലാക്ക് ടേബിൾ കവേഴ്സ് ആൻഡ് വൈറ്റ് ടേബിൾ കവേഴ്സ് ആർ ഇൻ ദ റേഷ്യോ 5:9. If there are 450 white table covers, how many black table covers are there in the bag? സോ അതായത് ഒരു ബാഗിനുള്ളിൽ ബ്ലാക്ക് ടാബ്ലറ്റ് കവേഴ്സും ഉണ്ട്, വൈറ്റ് ടേബിൾ കവേഴ്സും ഉണ്ട്. അത് 5:9 എന്ന റേഷ്യോയിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ വൈറ്റ് 450 ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത്ര ബ്ലാക്ക് ടേബിൾ കവേഴ്സ് ഉണ്ടെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ചോദ്യം ചെയ്യാനായിട്ട് അപ്പോൾ മൊത്തത്തിൽ ടോട്ടൽ എത്രയോ കവേഴ്സ് ഉണ്ട്. അതിൽ 5 പാർട്ട്, ആ മൊത്തത്തിലുള്ളതിൽ 5 പാർട്ടെന്ന് പറയുന്നത് ബ്ലാക്കും ബാക്കിയുള്ള 9 പാർട്ടാണ് എന്ത് നമ്മുടെ വൈറ്റ് ടേബിൾ കവേഴ്സുമായിട്ടുള്ളത്. അപ്പോൾ ഈ 9 പാർട്ടിൽ 9 പാർട്ടെന്ന് പറയുന്നത് 450 എണ്ണമെന്നാണ് നമുക്ക് തന്നിട്ടുള്ളത്. അതായത് ഒരു പാർട്ടെന്ന് പറയുന്നത് അപ്പോൾ എത്രയായിരിക്കും? 9 പാർട്ടെന്ന് പറയുന്നത് 450 എണ്ണമെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു പാർട്ടെന്ന് പറയുന്നത് എത്രയായിരിക്കും? 450/9. 450/9. അപ്പോൾ നമുക്ക് ഉത്തരം 50 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഒരു പാർട്ടിൻ്റെ, അതായത് ടോട്ടലിലെ ഒരു പാർട്ടാണ് എന്ത് ഈ 50 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ ആവശ്യം ഇനി 5. ഓക്കെ, അപ്പോൾ ബ്ലാക്കിൻ്റെ കണ്ടുപിടിക്കുന്ന ബ്ലാക്കിൻ്റെ പാർട്ട് എത്രയാണ്? 5 പാർട്ടുണ്ട്. ഒരു പാർട്ടിൻ്റെ 50 ആണെങ്കിൽ 5 പാർട്ടിൻ്റെ അത് 5 × 50, അതായത് ഉത്തരം 250 എന്ന് കിട്ടും. അതാണ് നമ്മുടെ ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ ദ ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ ഡി. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം, എ സം ഓഫ് 2002, അതായത് 2002 രൂപയുണ്ട്, ഈസ് ഡിവൈഡഡ് എമംഗ് എ, ബി ആൻഡ് സി ഇൻ ദ റേഷ്യോ 3:46. ഫൈൻഡ് ദ ഷെയർ ഓഫ് ബി ഇൻ ദാറ്റ്. ഓക്കെ, അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്. അയ്യോ, ഓക്കെ, ഈ ക്വസ്റ്റ്യനിലൊരു മിസ്റ്റേക്ക് ഉണ്ട്. അതായത് ഇവിടെ 3:4:6 ആണ് ഇവിടുത്തെ റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ കറക്റ്റ് ചെയ്തു. എ സം ഓഫ് 2002 ഈസ് ഡിവൈഡഡ് എമംഗ് എ, ബി ആൻഡ് സി ഇൻ ദ റേഷ്യോ 3:4:6. ഫൈൻഡ് ദ ഷെയർ ഓഫ് ബി ഇൻ ദാറ്റ്. ഓക്കെ, അപ്പോൾ ടോട്ടലി അവിടെ 2002 രൂപയുണ്ട്. അത് 3 പേരായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. 3 പേർക്കായിട്ട് എ, ബി, സി എന്നിങ്ങനെ 3 പേർക്കായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ആ റേഷ്യോ ആണ് ഇവിടെ 3:4:6 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ തന്നിട്ടുള്ളതിൽ ഈ മൊത്തം ഇതിൻ്റെ ഒരു പാർട്ട് കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ബിയുടെ ആ ഒരു 4 പാർട്ടിന് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഒരു പാർട്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഈ മൊത്തം റേഷ്യോ എത്രയാണ്? അതായത് 3 + 4 + 6, അതായത് 13 എന്ന് കിട്ടും. അതായത് 13 പാർട്ടിൻ്റെ വാല്യൂ ആണ് എന്ത്? 2002 രൂപ എന്ന് പറയുന്നത്. അതായത് ഒരു പാർട്ടിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ് വരും? 2002 ഡിവൈഡഡ് ബൈ 30. അപ്പോൾ എത്രയാണ് വരുന്നത്? 2 ഇവിടെ 1 5 4 2 52 4 13. ഓക്കെ, അപ്പോൾ 154 എന്ന് വരും. അപ്പോൾ ഒരു പാർട്ടിൻ്റെ വാല്യൂ 154 എന്ന് നമുക്ക് കിട്ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ള എന്താ? ബിയുടെ ഷെയർ ഓഫ് ബി എത്രയാണ്? ബിക്ക് കിട്ടുന്ന ഷെയർ ഈ ടോട്ടലിൻ്റെ 4 പാർട്ടാണ്. അപ്പോൾ ഒരു പാർട്ട് എന്ന് പറയുന്നത് 154 ആണെങ്കിൽ 4 പാർട്ട്. അപ്പോൾ ബിയുടെ ഷെയർ എന്ന് പറയുന്നത് ബി ഈസ് ഈക്വൽ ടു 4 × 154 ആണ് ഉത്തരം. 154. അപ്പോൾ എത്രയാണ് കിട്ടുന്നത്? 450 × 4 200. അപ്പോൾ 600 16 616. ഓക്കെ, അപ്പോൾ ഉത്തരം 616 നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ ആണോ? അപ്പോൾ അതായത് ഈ ക്വസ്റ്റ്യനിലൊന്നുമില്ല, ടോട്ടലി 2002 രൂപ ഉണ്ടായിരുന്നു. അത് ഇങ്ങനെ 3 പേർക്കായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് 3:4:6 എന്ന റേഷ്യോയിൽ. അതായത് മൊത്തം ഇതിനെ എന്ത് ചെയ്യണം? 13 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഈ 13 പാർട്ടിൽ 3 പാർട്ടാണ് എയ്ക്ക്, ബാക്കി ഉള്ളത് 4നും. അതായത് ആദ്യത്തെ 13ൽ 3 പാർട്ട്
നമ്മുടെ എയ്ക്ക് വരും. ബാക്കിയുള്ള 10 പാർട്ടിൽ 4 പാർട്ട് ബിക്കും ബാക്കിയുള്ള 6 പാർട്ടാണ് ആർക്ക് സിക്ക് വരുന്നത്. അപ്പോൾ ഇതിൽ ബിക്ക് എത്ര കിട്ടുന്നു എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ കണ്ടുപിടിച്ചത്. അതാണ് 616 രൂപ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കും. അപ്പോൾ അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് നമ്മളോട് പറഞ്ഞിട്ടുള്ള എന്താ, ഓക്കെ, എക്സ് ഇഫ് എക്സ് ഈസ് ടു വൈ ഈക്വൽ ടു 1:2 ഫൈൻഡ് ദ വാല്യൂ ഓഫ് 2x പ്ലസ് 4y ഈസ് ടു എക്സ് പ്ലസ് 4y. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സ് ഈസ് ടു വൈയുടെ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇതിൻ്റെ വാല്യൂ ഡയറക്റ്റ് ചെയ്യാം. എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് ചെയ്യുക, 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വൈയുടെ സ്ഥാനത്ത് എന്ത് ചെയ്യുക, 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഉത്തരമാവും. അപ്പോൾ നമ്മളൊന്ന് ചെയ്ത് നോക്കാം. ഫസ്റ്റ് അതുപോലെ 2x പ്ലസ് 4y ഈക്വൽ ഡിവൈഡ് ബൈ ഈസ് ടുവിന് നമുക്ക് ഡിവൈഡ് ബൈ എന്നും എഴുതാമല്ലോ. അപ്പോൾ എക്സ് പ്ലസ് 4y, അതിനുശേഷം എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക, 1 കൊടുക്കുക. അപ്പോൾ 2 × 1 പ്ലസ് 4 × y എത്രയാണ് 2 ഡിവൈഡഡ് ബൈ എക്സിൻ്റെ വാല്യൂ 1 പ്ലസ് 4 × 2. ഓക്കെ, അപ്പോൾ 4 2 8 2 10 ഡിവൈഡഡ് ബൈ ഇവിടെ 1 കൂട്ടി 4 കിട്ടുന്നു 9. സോ 10/9 ആണ് ഇവിടുത്തെ ഉത്തരമായിട്ട് വരേണ്ടത്. യെസ്, ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ. ഓക്കെ, 10/9 നമുക്ക് ആക്ച്വലി 10:9 എന്ന് എഴുതും. അപ്പോൾ അങ്ങനെ ഉത്തരം എന്ത് ചെയ്യുക, ഓപ്ഷൻ എ. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 4ാമത്തെ ക്വസ്റ്റ്യൻ, a/bയുടെ വാല്യൂ 2/3 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 5a + 3b ഈസ് ടു 6a - 2b എത്രയായിരിക്കും എന്നുള്ളതാണ് ഇവിടെ ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഇതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ എയുടെ സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്യും, 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ബിയുടെ സ്ഥാനത്ത് എന്ത് ചെയ്യുക, 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് സംഭവിക്കും, 5 ഞാൻ ഈ ക്വസ്റ്റ്യൻ എഴുതുന്നില്ല. ക്വസ്റ്റ്യനിൽ 5 എയുടെ സ്ഥാനത്ത് നിന്ന് 2 പ്ലസ് 3യുടെ സ്ഥാനത്ത് എന്ത് ചെയ്യും, 3 ബിയുടെ സ്ഥാനത്ത് നമ്മൾ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഡിവൈഡഡ് ബൈ വീണ്ടും 6 എയുടെ സ്ഥാനത്ത് 2 മൈനസ് ബിയുടെ സ്ഥാനത്ത് 2 × 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 5 2 10 19 19 ഡിവൈഡഡ് ബൈ 6 2 12 12 ൽ നിന്ന് 6 കുറച്ച് 6 തന്നെ കിട്ടും. അപ്പോൾ ഇത് ഫ്രാക്ഷനിലാണ്. റേഷ്യോയിൽ എഴുതുമ്പോൾ 19:6 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഉത്തരം എ, ഓപ്ഷൻ എ ആണ്. സോ ഐ ഹോപ്പ് ഇതുവരെ ചെയ്ത പ്രോബ്ലംസ് എല്ലാം ഓക്കെ ആണെന്ന്. എന്തെങ്കിലും സംശയമുള്ളവർ എന്ത് ചെയ്യുക, താഴെ കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ മതി. പിന്നെ ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത് തന്നെ ഞാൻ എന്ത് ചെയ്യും, അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അത് കുറച്ചുകൂടെ അഡ്വാൻസ് ലെവലായിരിക്കും. ഇത് കുറച്ച് ബേസിക് ലെവൽ ക്വസ്റ്റ്യൻസും, മറ്റേത് അടുത്തിനെ അപ്ലോഡ് ചെയ്യുന്നത് കുറച്ചുകൂടെ അഡ്വാൻസ് ലെവലാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ മറ്റേ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക. എന്തെങ്കിലും ക്വസ്റ്റ്യനിലും ഇതിന് പുറമേ അല്ലാതെ തന്നെ വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഡൗട്ടുള്ള ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ട് കമൻറ്റ് ചെയ്താൽ മതി. ഐ വിൽ റിപ്ലൈ. സോ താങ്ക് യു.